നമ്മളെ നാട്ടിലത്തെ ഒരു സ്ലാങ് ആടാ, കുറെ കാര്യങ്ങൾ പഠിക്കാണ്ടിട്ടാ. ഞാൻ അതിന് പരസ്യമായിട്ട് സോറി പറയാണ്. അപ്പം അങ്ങനെ ബാക്കി കണ്ടോക്കാം. സർട്ടിഫൈഡ് ആണ്. സർട്ടിഫൈഡ് എന്ത് ജാമ്യ മില്ലിന്റെയും ഡൽഹി യൂണിവേഴ്സിറ്റിന്റെയും സർട്ടിഫിക്കറ്റ് അല്ല, IED സർട്ടിഫിക്കറ്റ്. ഇവക്ക് 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ വേറെ ആരൊക്കെയാണ് എഴുതി കൊടുത്ത്. അങ്ങനെ സർട്ടിഫൈഡ് ആയ പെണ്ണാണെന്ന് ഞാൻ അറിഞ്ഞതിന്റെ ശേഷം മിണ്ടാൻ നിൽക്കേനി. എന്നിട്ട് ഇത് വിടണ്ടേ തുടങ്ങി ഓരോന്ന് എന്നിട്ട് ഇങ്ങനെ ഇത് മനുഷ്യനിങ്ങനെ. പിന്നെ ഞാൻ തീരുമാനിച്ചു, എരപ്പന്റെ മൂട്ടിൽ ആര് മുളച്ചാ തണല്ലെന്നാണ്. നിങ്ങൾക്ക് ഉളുപ്പില്ലേ പിന്നെ എനിക്ക് തീരെ ഉണ്ടാവില്ല. അല്ല ശരിക്കും അങ്ങനെ പറയല് ഭയങ്കര ബോറ് പരിപാടിയാ. കാരണം എന്താ വെച്ചാല് അങ്ങനൊന്നും പറയാൻ പാടില്ല. പക്ഷെ ഞാൻ അന്ന് കുറച്ച് ഓവറാക്കി. പോട്ടെ, തെറ്റ് സമ്മതിച്ച്. തെറ്റ് പറ്റാത്തത് ആരുമില്ല. എല്ലാവർക്കും ഇപ്പൊ സംഭവം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ കാണല്ലേ എപ്പോഴും. എന്താ സംഭവം എന്നറിയോ? ഈ അനാഷൊക്കെ എല്ലാരും ട്രോളും, പിന്നെ വന്നിട്ട് ഇങ്ങനെ മാപ്പ് പറയും. ഓന് വേറൊരു വീഡിയോയിൽ പറയുന്നത് പക്ഷെ ഒന്നാമെന്താ വെച്ചാല് എന്റെ പേഴ്സണൽ സ്വഭാവം തന്നെ അങ്ങനെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഞാനിങ്ങനെ കളിയാക്കിയൊക്കെ നടിക്കുക, അങ്ങനെ ഒരു സ്വഭാവം. പക്ഷെ ഈ ഹനാൻഷൊക്കെ അതാ, ഓനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളൊന്നും അങ്ങനല്ലല്ലോ. ഇന്നൊക്കെ ആരെങ്കിലും ചിലപ്പോ തട്ടാൻ വിചാരിച്ച് നിക്കണോലൊക്കെ ഉണ്ടാവും. ചിലപ്പോ ഞാനൊക്കെ പെട്ടെന്ന് മരിക്കാൻ മതിയോ, പറയാൻ പറ്റൂലേ, മനുഷ്യന്മാരെ കാര്യല്ലേ. മോനെ ഇജ് നല്ല മട്ടത്തിലാണെങ്കിൽ അന്നെ ആരും ഒന്നും ചെയ്യൂല. ഈ ബർത്ത്ഡേ ബർപ്പിക്കാണെങ്കിൽ പിന്നെ ഇവനെ പോലെയുള്ളവർക്ക് ബാക്കി നാളെ കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.